പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനമോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസ്ഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസ്ഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല, എന്നും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഭയപ്പെടില്ല, എന്നും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഇടറുകില്ല, ഞാൻ തളരുകില്ല, സർവശക്തനായവൻ എന്റെ ഇടയൻ.
സാധിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവളുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നിശിഹാദിനെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം സഹായിക്കുക. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുക. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം ധരിച്ചേ മതിയാവും. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തന്റെ അധ്യാപകന് നൽകണം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്നും നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം.
സ്നേഹസംഗീതം വചന കീർത്തനധാര ചൊരിയും സ്നേഹസുവിശേഷം ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം വചന കീർത്തനധാര ചൊരിയും സ്നേഹസുവിശേഷം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 34 വരെ തിരുവചനങ്ങൾ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്നവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. യേശു മറുകരെ ഗദരായുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാചബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ച് പറഞ്ഞു, ദൈവപുത്രാ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണ്. അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം നെയ്യുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പോയിക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാൻ തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ട് ഓടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചനങ്ങൾ പല തലങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ഈ കൊറോണ കാലത്ത് കൊറോണ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നതാണല്ലോ കൂടുതൽ ഉപകാരം. യേശു സുവിശേഷത്തിലെ ഇന്നത്തെ ആദ്യത്തെ വചനം, യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു എന്നതാണ്. ഈ ആദ്യ വചനം തന്നെ അച്ഛനെ പല വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ലൂക്ക 5:1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ, യോഹന്നാൻ 21:1 മുതലുള്ള തിരുവചനങ്ങൾ, മത്തായി 14:22-33 തിരുവചനങ്ങൾ. ഇവിടെ 3 സ്ഥലത്തും ഈശോയെ നമുക്ക് ഇങ്ങനെ തോണിയിൽ കാണാൻ പറ്റുന്നു. ആദ്യം പറഞ്ഞ ലൂക്ക 5 ഈശോ തീരത്ത് നിൽക്കുമ്പോൾ പത്രോസിനോട് വള്ളത്തിൽ കയറാൻ പറയുന്നതും എന്നിട്ട് ഈശോ കയറുന്നതുമാണ്. മത്തായി 14 തിരമാലയുടെ മേലെ നടന്നു വരുന്ന കർത്താവ്. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ തീരത്ത് നിൽക്കുന്ന കർത്താവ്. ഇവിടെ യേശു തോണിയിൽ കയറി
ശിഷ്യന്മാർ അവനെ അനുഗമിക്കുകയാണ്. നമ്മുടെ ഈ കൊറോണ കാലത്ത് മഹാമാരിയുടെ നാം കണ്ട 2018 മഹാപ്രളയം എന്ന് നാം വിശേഷിപ്പിക്കുന്ന പ്രളയകാലത്തെന്നതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഭയത്തിൽ നമുക്ക് ആയിരിക്കുന്ന, ലോകം മുഴുവനുമായിരിക്കുന്ന, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ തോണിയിലുണ്ടെങ്കിൽ ഈ ലോകം തന്നെ മുങ്ങിപ്പോകാൻ ഇടയാകാമായിരിക്കുന്ന തരത്തിലുള്ള ഒരു ഭയത്തില്, ഭീതിയില് ലോകം മുഴുവനുമായിരിക്കുമ്പോൾ യേശുവിനോടൊപ്പം തോണിയിൽ കയറിയിരിക്കുന്ന നമ്മെക്കുറിച്ച് തന്നെ നാം ആദ്യം ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈ തോണിയിൽ ഉള്ള യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ എന്നാണ് നമ്മുടെ വള്ളത്തിൽ യേശു കയറിയത് എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. എത്ര കാലമായിട്ടുണ്ട് നമ്മുടെ വള്ളത്തിൽ യേശു കയറിയിട്ട്? ജോബിക്ക് എന്ത് തോന്നുന്നു? എത്ര കാലമായി നിന്റെ വള്ളത്തിൽ യേശു കയറിയിട്ട്? അങ്ങനെ ചോദ്യം ജോബി പ്രതീക്ഷിച്ചില്ല. നിങ്ങളോട് ഓരോരുത്തരോടുമായിട്ടാണ് അച്ഛൻ ചോദിക്കുന്നത്. ഇവിടെ ഈ വചനഭാഗത്ത് നിങ്ങളൊക്കെ ഉത്തരം എന്തെങ്കിലുമൊക്കെ മനസ്സിലൊക്കെ കണ്ടു കാണും. അച്ഛൻ പറയാൻ പോകുന്ന ഉത്തരത്തിലേക്ക് നിങ്ങൾ ആരെങ്കിലും എത്തിയോ എന്ന് ഒന്ന് പറയണം കേട്ടോ. എത്തിയെങ്കിലും കൈവയ്ക്കാൻ മതി. നാം കയറുന്നതിന് മുമ്പേ കർത്താവ് കയറി. ഇതാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ യേശുവാണ് ആദ്യം തോണിയിൽ കയറിയത്. ശിഷ്യന്മാർ അവനെ അനുഗമിക്കുകയാണ്. ജെറമിയ 1:5 പിൻബലത്തിലാണ് അച്ഛൻ ഇത് പറഞ്ഞത്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ നാം ഈ വള്ളത്തിൽ കയറുന്നതിന് മുമ്പേ കർത്താവ് കയറി. എന്നിട്ടാണ് നമ്മെ അങ്ങോട്ട് കഴിച്ചത്. നമുക്ക് ജീവനും ശ്വാസവും തന്നത് കർത്താവാണ്. മക്കബായക്കാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലെ വളരെ മനോഹരമായൊരു വചനമാണത്. അമ്മ തൻ്റെ മക്കൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലത്തിൽ മക്കളെ ഉപദേശിക്കുന്നതാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപമെടുത്തു എന്ന് എനിക്കറിയില്ല. ഞാനല്ല നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്ത്, ഞാനല്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും തന്നത് എന്ന് പറഞ്ഞ് ഈ അമ്മ മക്കളെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ആദ്യം കയറിയത് കർത്താവാണ്. അവിടുന്നാണ് നമുക്ക് ജീവൻ നൽകിയത്. ഈ വള്ളത്തിൽ, നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ കർത്താവ് മുമ്പേ കയറി. കർത്താവ് അവിടെ ഉണ്ട്. എന്നാൽ നമുക്ക് ഈ അവബോധം എത്രമാത്രം ഉണ്ട് നമ്മുടെ വള്ളത്തിലുള്ള കർത്താവിനെ കുറിച്ച്? ജീവിക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ, നമ്മുടെ ഹൃദയമാകുന്ന, ശരീരമാകുന്ന വള്ളത്തിലുണ്ട്. ഈ യേശു സാന്നിധ്യത്തെ കുറിച്ചുള്ള അവബോധം എത്രമാത്രം നമുക്കുണ്ട്? അത് നമ്മുടെ വ്യക്തി ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, ഇടവക ജീവിതത്തില്, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒക്കെ ഈ അവബോധം എത്രമാത്രം നമുക്ക് ശക്തമാണ്? നാം എന്തുമാത്രം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളിതാ നശിക്കുന്നു. അപ്പസ്തോലന്മാർ അപേക്ഷിക്കുകയാണ്, ഞങ്ങളിതാ നശിക്കുന്നു. പ്രപഞ്ചത്തിന്റെ മുഴുവന്റെ മേലും അധികാരമുള്ള ശക്തിയുള്ള പ്രപഞ്ചനാഥനായ കർത്താവിനോട് അവർ അപേക്ഷിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് ഇതുപോലെ നാം നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ വിശ്വാസം വേണ്ടത്ര വ്യക്തവും സജീവവും അല്ല എന്ന ചിന്ത അച്ഛൻ്റെ മനസ്സിൽ വളരെ വേദനയോടെ ഈ ബലിമധ്യം ഇങ്ങനെ കടന്നു വന്നത് അച്ഛൻ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. അച്ഛൻ്റെ ഈ പ്രസംഗം വല്ലയിടത്തുമൊക്കെ പല നാടുകളിലേക്ക് ഇരുന്ന് കേൾക്കുന്ന ചിലർക്ക് അത് അല്പം വിഷമം തോന്നിക്കുമെങ്കിൽ അച്ഛൻ ഉള്ളിൽ വന്നത് മറച്ചു വയ്ക്കാതെ പറയുകയാണ്. കൊറോണ ബാധിതനായ രോഗിക്ക് അവിടെ കടന്നു ചെന്ന് വിശുദ്ധ കുർബാന നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് വലിയ വിഷമമാണ്. കാരണം എന്താ? കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കൽ പോലും അസാധ്യമായിരുന്നു. അവൾ പറഞ്ഞ, അച്ഛാ വേണ്ട. അവരുടെ ബന്ധുക്കൾ ചിലർ പറഞ്ഞ, അച്ഛാ ഇത്രയും അപകടം പിടിച്ച അവസ്ഥയിൽ കൊറോണ രോഗിയായ ഒരാളുടെ അടുത്ത് അച്ഛൻ്റെ ജീവൻ, അച്ഛൻ്റെ ആരോഗ്യം പണയം വെച്ച് പോകണ്ട എന്നും അവർ കട്ടായം പറഞ്ഞു. ഈ പറഞ്ഞ അധികാരികളും പറഞ്ഞു, ആശുപത്രി അധികാരികളും പറഞ്ഞു വേണ്ട എന്ന്.
അച്ഛനത് ഒരാളോട് പറഞ്ഞു, മോളെ നീ ഓർക്കുക, അച്ഛനൊരു കൊച്ചച്ഛനായിരിക്കുമ്പോഴും മരണത്തെ മുമ്പിൽ കണ്ട് ശരീരത്തിലൊരു അനക്കം മാത്രം ഉണ്ടായിരുന്ന ഒരു രോഗിക്ക് അച്ഛൻ ഏറെ ഹൃദയവ്യഥയോടെ രോഗീലേപനം നൽകിയപ്പോൾ 5 ദിവസമായി ടെറ്റനസായിട്ട് മരിച്ച അവസ്ഥയിൽ കോലഞ്ചേരിയിൽ ഒരു ആശുപത്രി കിടന്ന ആ മനുഷ്യൻ ജീവൻ വെച്ചത് അച്ഛൻ കണ്ടതാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, ജീവന്റെ നാഥനായ യേശുവിന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്കൊക്കെ കടന്നു വരാൻ നാം അനുവദിക്കുക എന്നത് വലിയ വിശ്വാസത്തിന്റെ ഒരു അനുഭവമാണ്. അത്രയും നമ്മൾ വളർന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അച്ഛനെ കർത്താവ് വളർത്തിയതാണ്. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെ അപ്പൻ മരണാസന്നമായൊരവസ്ഥയിൽ അങ്കമാലി LF ആശുപത്രിയിലെ ഡോക്ടർ തോമസ് രാജു പോള് അച്ഛനോട് പറഞ്ഞ, അച്ഛൻ വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അച്ഛനോട് ഞാൻ പറയാൻ പോകുന്നത്. അച്ഛൻ്റെ അപ്പന് പരമാവധി 48 മണിക്കൂറേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ കാരണം കൂടി പറഞ്ഞു, ക്രയാറ്റിൻ 7.5. അമേരിക്കയിൽ കൊണ്ടുപോയാൽ പോലും ഈ രോഗിക്ക് ഇതിനിപ്പുറത്തൊന്നും അപ്പുറത്തും ചെയ്യാനില്ല. നിരന്തര ഡയാലിസിസ് ചെയ്താൽ പരമാവധി, ഇംഗ്ലീഷ് വാക്ക് മാക്സിമം 1 വീക്ക്. ഏതൊരു മകനാണ് ഒരപ്പൻ്റെ ജീവൻ കുറച്ചുകൂടിയെങ്കിലും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കാത്തത്? അച്ഛൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറുടെ അപ്പനാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ പറഞ്ഞു, അച്ഛാ, ഈ അവസ്ഥയിൽ എൻ്റെ അപ്പനാണെങ്കിൽ ഞാൻ ശാന്തമായി എൻ്റെ അപ്പൻ മരിക്കാനേ അനുവദിക്കും. ഞാൻ ഡയാലിസിസ് പോലും ചെയ്യില്ല. ഡയാലിസിസ് അദ്ദേഹത്തിന് വേദന കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ ആ തീരുമാനം ഞാൻ എടുക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക പോലും ചെയ്യാതെ എൻ്റെ അപ്പനെ നേരെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കിടന്ന് ശാന്തമായി സ്വസ്ഥമായിട്ട് മരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ അച്ഛൻ വളരെ ആഘോഷമായിട്ട് രോഗീലേപനം കൂദാശ നൽകി. ഇത്രയുള്ളൂ. അതിനുശേഷം 48 മണിക്കൂറിന് പോകുന്നതിന് മുമ്പ് എല്ലാ ആശുപത്രിയിൽ ഞാൻ തന്നെ ചെന്ന് 48 മണിക്കൂർ 2 ദിവസത്തേക്ക് ആവശ്യമായ മരുന്ന് മാത്രം വാങ്ങി. അത്രയേ ഉള്ളൂ ഡോക്ടറുടെ വിധി പ്രകാരം. അന്ന് സായാഹ്നത്തിൽ ആ മുറിയിൽ, വീട്ടിലെ അപ്പൻ കിടക്കുന്ന ആ മുറിയിൽ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാന നൽകി. പിറ്റേന്നും അത് തന്നെ ചെയ്തു. 3-ാം ദിനത്തിൽ അത് തന്നെ ചെയ്തു. ഇപ്പൊ 48 മണിക്കൂർ കഴിഞ്ഞു. അച്ഛൻ്റെ വിശ്വാസ ജീവിതത്തെ വളരെ ആഴപ്പെടുത്തി കർത്താവ് ഇടപെട്ട മണിക്കൂറിനെ കുറിച്ച് അച്ഛൻ നിങ്ങളോട് പറയുക. അച്ഛൻ ഏറെ വർഷങ്ങൾ ബലിയർപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഈശോയാണ് ജീവിക്കുന്നത് അച്ഛൻ അറിയാം. പക്ഷേ ഇത് അച്ഛൻ്റെ ഹൃദയത്തിൽ ഒന്നുകൂടി ആഴപ്പെടുത്താൻ ദൈവം ഇടപെട്ടൊരു മണിക്കൂറാണത്. 3-ാം ദിനമായിട്ടും ഒരു കുഴപ്പമില്ല. അച്ഛന് തന്നെ തോന്നിച്ചു, ഒരു നേഴ്സിനെ വിളിച്ചാൽ ബ്ലഡ് എടുത്ത് മഞ്ഞപ്പുറ ഹോസ്പിറ്റലിൽ കൊടുത്തു വിട്ടു ടെസ്റ്റ് ചെയ്യാൻ. എല്ലാം നോർമൽ. ഞാൻ ഡോക്ടർ രാജു പോലും വിളിച്ച, രാജു ഇത് എങ്ങനെയാണ്? അച്ഛൻ എന്തായി പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അച്ഛൻ ബ്ലഡ് ഇവിടേക്ക് കൊണ്ടുവരാം, ഇവിടെയും ഒരു ക്രോസ് ചെക്കിങ് നടത്തി വാക്ക പറഞ്ഞു. അങ്ങനെ അവിടേക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി. കാരണം എനിക്ക് ഉറപ്പായി. പരിശോധന കഴിഞ്ഞപ്പോൾ രാവിലെ സിസ്റ്റർ എന്നോട് ചോദിക്കാൻ, അച്ഛാ എവിടെയാണ് അപ്പനെ ഡയാലിസിസിന് കൊണ്ടുപോയത്? അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്ത് ഡയാലിസിസ് എന്താ എന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങളെ കളിയാക്കുക. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ അപ്പനെ ഈ ആശുപത്രിയിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു ഡിസ്പെൻസറിയിൽ പോലും കയറ്റിയിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നാം അനുവദിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇടപെടണമെങ്കിൽ നാം അനുവദിക്കണം. നമ്മുടെ ബുദ്ധിപരമായ കഴിവും അറിവും ശക്തിയും ഒക്കെ മാറ്റിവെച്ച് വിശ്വാസ തലത്തിൽ ജീവിക്കുന്ന ദൈവത്തെ കണ്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറും.
വേദനയിൽ തളർന്ന പല ജീവിതങ്ങളിൽ അച്ഛൻ ഇടപെട്ടപ്പോൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് അച്ഛൻ ഇത്രയും കാലത്ത് പൗരോഹിത്യ ജീവിതത്തിൽ ഏറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 3:1-10 അച്ഛന് ഓർക്കുക. ആ വചനം അച്ഛനെ ഹൈദരാബാദിലെ മദർ ടെരേസ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കോൺവെന്റിൽ നിന്ന് അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക്, വിജയ് മേരി ഹോസ്പിറ്റലിലേക്ക് ഒരു ആംബുലൻസിൽ യാത്ര ചെയ്യുമ്പോൾ ഓർമ്മിപ്പിച്ചു. അവരുടെ സഭയിൽപ്പെട്ട ഒരു കൊച്ചു സിസ്റ്ററിൻ്റെ അപ്പൻ ഒരാങ്ങള മരിക്കാറായി കിടക്കുകയ ആശുപത്രിയിൽ. ഒരു തകർന്നു തരിപ്പണമായ മനുഷ്യൻ. ആ യാത്രയിൽ അച്ഛന് മനസ്സിൽ തോന്നിക്കുകയാണ് ആ രോഗിക്ക് സാമ്പത്തികമായിട്ട് സഹായം നൽകണം. അദ്ദേഹം തകർന്നു തരിപ്പണമായ അവസ്ഥയിലാണ്. അച്ഛൻ അതിനൊന്നും കണ്ടിട്ട് പോലില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ ഈ വചനം അച്ഛനെ ഈ ഓർമ്മിപ്പിച്ച അപ്പസ്തോല പ്രവർത്തനം 3:1-10. സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കർത്താവ് പറഞ്ഞു, നീ അതനുസരിച്ച് ഒന്നും കൊടുക്കണ്ട, നീ വിശുദ്ധ കുർബാന നൽകുക, രോഗിയിലേവനം നൽകുക. പക്ഷേ വിശുദ്ധ കുർബാന പോലും സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ആള്. അച്ഛൻ അവിടെ ചെന്ന് രോഗിയിലേവനം നൽകിയ മനുഷ്യന് ആ സമയത്ത് അച്ഛനെ ഓർമ്മിപ്പിച്ചു, മകനെ നീ ഓർക്കുക, 1981 കോലഞ്ചേരി ആശുപത്രിയിൽ ഇതുപോലെ മൃതപ്രായനായി കിടന്ന രോഗിക്കാണ് നീ അന്ന് രോഗീലേപനം നൽകിയതെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവർ, അച്ഛൻ ആ രോഗിക്ക് രോഗീലേപനം നൽകി ആ മരണക്കിടക്കയിൽ നിന്നും ആ മനുഷ്യന് എഴുന്നേറ്റ് വന്നു. അച്ഛൻ്റെ വിശ്വാസത്തെ വളർത്തിയ അനുഭവത്തെക്കുറിച്ച് അച്ഛൻ പറയുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവം ഇറങ്ങി വന്ന്, ചിലപ്പോൾ മക്കളിലായിരിക്കാം, കുടുംബത്തിലെ ബന്ധത്തിലൊരാൾ വ്യക്തിയുടെ ജീവിതത്തിലാകാം. ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ കൊറോണ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം കടന്നു വരുന്നത് എന്ന് ഞാൻ 16-12 ലോകോസിനൊക്കെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയും. പക്ഷെ അത് പ്രായോഗികമായി നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, നമുക്കതിന് ബോധ്യമുണ്ടോ എന്നുള്ളതാണ്. മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കാലിന് നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോഴച്ഛൻ ഫോണിലൂടെ ഒരു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ കാര്യമുണ്ട്. ഡോക്ടർ പറഞ്ഞു, അച്ഛൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്ഥലത്ത് പോയി ടെസ്റ്റ് ചെയ്യുക, എങ്കിൽ അതിന് മുമ്പ് അച്ഛൻ മരുന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് മെസ്സേജ് ആയിട്ട് 3-4 ഗുളികകളുടെ പേരൊക്കെ കുറിച്ച് വെച്ചു. അച്ഛൻ ആ മരുന്ന് വാങ്ങിയില്ല, കഴിച്ചില്ല. അത് പലപ്പോഴുള്ള അനുഭവമാണ്. ചില ഡോക്ടേഴ്സ് ചോദിക്കണം, അച്ഛൻ ഞാൻ മരുന്ന് ചെയ്താൽ അച്ഛൻ കഴിക്കുകയില്ല, എഴുതണമെന്ന് ചോദിക്കും. കാരണം ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടത്തി കഴിയുമ്പോൾ തന്നെ അച്ഛൻ്റെ രോഗങ്ങൾ മാറും. അച്ഛൻ്റെ പലപ്പോഴുള്ള അനുഭവമാണ്. ചില അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം ഇറങ്ങി വരുന്നത്, ഇടപെടുന്നത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ ഉണർത്താൻ. ഈ വചനത്തെ കുറിച്ചാണ് പറയുക. ശിഷ്യന്മാര് യേശുവിനെ ഉണർത്തി. നാം ഉറങ്ങുന്നവരാണെങ്കിൽ, നാം ഉണർവുള്ള വിശ്വാസമില്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് കർത്താവ് നമ്മൾ ഉണർത്തുക? നാം ഉണർന്നിട്ട് വേണ്ടേ? നമ്മെ കർത്താവ് ഉണർത്തിയത്, നമ്മുടെ വള്ളത്തിൽ കർത്താവ് കയറിയത്. പെട്ടെന്ന് അച്ഛൻ ഓർക്കുക, ഈ കൊച്ചു വിശുദ്ധനെ കുറിച്ചാണ്, കാർലോക്കിറ്റോസ്. അതെ, വിശുദ്ധ കുർബാന, ആദ്യ കുർബാന സ്വീകരണം വലിയൊരു അനുഭവമായിട്ട് അവന് മാറി. ഈശോനെ നടത്തുകയാണ്, ഈശോയിലൂടെ പലതും ചെയ്യുകയാണ്. ഇന്നത്തെ തലമുറയോട്, ഇന്നത്തെ യുവതലമുറയോട്, ഇന്നത്തെ കുട്ടികളോടൊക്കെ മക്കളെ ജീവൻ നൽകുന്നത് ഞാനാ. നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചോ, അതിനുവേണ്ടി തല്ലുപിടിക്കുകയൊക്കെ ചെയ്തോ, ശരി, കുഴപ്പമില്ല. പക്ഷെ അതിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന, അതിലൂടെയും ആ മീഡിയയിലൂടെയും നിങ്ങളോട് ഇടപെടുന്ന എന്നെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. അച്ഛൻ പെട്ടെന്നൊരു നിമിഷം ഓർത്തു പോവുകയാണ്. ജോബി അച്ഛൻ പറയുന്നൊരു വിഷമം വിചാരിക്കുക, ജോബിയോട് പറഞ്ഞില്ല, ജോബിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ഒരു ദിവസം അച്ഛൻ ജോബിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ജോബി മോനെ ചേട്ടൻ അനിയനാണ്, 2 പേരുണ്ട്. ഒരു മോളിലാണ്, അതിന് അമ്മ മാത്രമേ അവിടെ താഴെയുള്ളൂ. അച്ഛൻ ഇവനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. പക്ഷെ അമ്മ വിളിച്ചോ ഇല്ലെന്ന് അച്ഛൻ അറിയാൻ പാടില്ല. എന്നാലും പക്ഷെ ഇറങ്ങി വന്നു പോലും ഇല്ലല്ലോ എന്ന് വേദനയോടെ അച്ഛൻ ഓർത്തു. പക്ഷെ ഇപ്പോൾ ജോബി എല്ലാ ദിവസവും പന്ത തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിലെത്തുകയാണ്. അച്ഛൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ എന്തൊക്കെ തീവ്രമായി ആഗ്രഹിച്ചോ അത് വളരെ കൃത്യമായിട്ട് നടക്കാറുണ്ട്. അച്ഛന് വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവം, അച്ഛന് പൗരോഹിത്യത്തിൻ്റെ
അനുഭവം അച്ഛൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആനന്ദമാണ്. അതച്ഛൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. നീ ബലി അർപ്പിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരുന്ന, ഞങ്ങളുടെ വള്ളത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ ഇടവകയില് ജീവിക്കുന്ന ദൈവമായ അങ്ങ് കടന്നു വരുന്നത് കാണാൻ, അങ്ങില് വിശ്വാസം അർപ്പിക്കാൻ, അങ്ങയോട് യഥാർത്ഥമായ ഒരു ബന്ധമുണ്ടാകാൻ. അത് ഭയത്തിൽ നിന്നുള്ളതാകുന്നതല്ല, ലാഭക്കൊതി കൊണ്ടല്ല. ഒരു മിസ്റ്റിക് പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത്. നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിലേക്ക് തള്ളിയിടണമേ. എന്നാൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് സത്യമായ, സ്നേഹമായ, സൗന്ദര്യമായ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്നെ അതിനനുവദിക്കണമേ. അതിൽ കുറഞ്ഞൊന്നും കൂടിയതൊന്നും നമ്മെ ഭരിക്കാതെ ആ സൗന്ദര്യം അതനുഭവിക്കാൻ, ദൈവസാന്നിധ്യം കൊണ്ട് നാം നിറയാൻ, അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമാകാൻ, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമാകാൻ, അങ്ങനെ അനുഗ്രഹീതമായ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ ശരീരം ഈ മണ്ണിൽ അഴുകാൻ അനുവദിക്കാതെ ആത്മശരീരങ്ങളോട് തമ്പുരാൻ്റെ അടുത്തേക്ക് എടുത്ത കർത്താവ് നമ്മുടെ ശരീരത്തെയും കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കും, ഉയർത്തും. അതിനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തതായി ഞങ്ങളുടെ മേലധികാരികളിൽ അംഗീകരിക്കുവാനും അവരുടെ ആത്മാവനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂസയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതിപൂണ്ട വത്സ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിവിധ ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനത്തെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂസ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനും അതിരൂപദേശനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവായ മാർ ആന്റണി മെത്രാനെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനം പ്രതീക്ഷയുമായി മനസ്സിലായി നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിലാകത്തിനാകുമ്പോൾ നിന്റെ വലത്തുഭാഗത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരിശീലനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. നമുക്ക് തലവെച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി
അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ തന്നെ ബലിയർപ്പിക്കുകയും എൻ്റെ പിതാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധനുമനുകൂലാത്മജനും ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതരുടെ പ്രേക്ഷിതരേ, ഈഗജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ, ആമേൻ ആമേൻ. മാർത്തോമായേയും നിനസാക്ഷികളെ സൽക്കർമ്മികളെ ബലിയിലോ തീരാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി
കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല സൃഷ്ടികൾക്കും മുമ്പുള്ള പിതാവിനെ ജനിച്ചു എന്നാൽ ഏക കർത്താവായ അവിടുന്ന് സത്യദൈവവും പിതാവിനോട് ഏക സത്യമാകും. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്യും. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു പന്തിയോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായി ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയിലെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരന് ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന ലോകമോട് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരങ്ങളിൽ നിന്ന് അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിൽ ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും
ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ടവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാം, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബങ്ങളെയും ഇടവകയെയും സമർപ്പിക്കാം. സുവിശേഷത്തിലെ പിശാചുബാധിതൻ സൗഖ്യം പ്രാപിച്ചു. എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ച മനുഷ്യൻ പോലും സൗഖ്യം പ്രാപിച്ചു. പക്ഷേ കർത്താവിനെ അവർ ആ നഗരത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. കർത്താവിൽ നമുക്ക് ഏറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്, സമൃദ്ധി ലഭിച്ചിട്ടുണ്ട്, പല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മക്കളുടെ കല്യാണം നടന്നിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്, വിചാരിക്കാത്ത സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കർത്താവിനെ കുടുംബത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റി പുറത്താക്കിയാൽ, ഇടവകയിൽ നിന്ന് പുറത്താക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത്തരത്തിലുള്ള ഏതെങ്കിലും നിമിഷങ്ങളോ സംഭവങ്ങളോ അനുഭവങ്ങളൊക്കെ കുടുംബത്തിലോ സമൂഹത്തിലോ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണേ എന്നെങ്കിൽ ഉള്ളുരുകി ഒന്ന് പ്രാർത്ഥിക്കാൻ ഈ ബലിമധ്യേ കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും കാണും. അതിനും നമ്മൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിലും നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാനാവില്ല. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ
നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും ഈ ഇടവക മുഴുവനും വേണ്ടിയും ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവരിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശകൾ അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമുഖവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു.
എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവക്താന ഘടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ ദിവപരിമളത്താൽ എന്നെ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ ഉപേക്ഷിച്ച് കണ്ടെത്തിയ നല്ലടേനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകനെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രചുര പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് ജഗത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധനേൽക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളെ ശരീരങ്ങളെ ഉയർത്തും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിന്റെ ജനകരും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്
കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ദൈവപുത്രന്റെ മരണ വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവലോകത്തിന്റെ അച്ചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം നേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ പരിവഴി തന്റെ ശരീരരത്നങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, ഇതാ നമുക്കായി സ്വർഗീയ ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കോടും നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശങ്ങളാക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും
നിരന്തരം സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കര മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ, ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,